ഹലോ ഗൈസ്, അപ്പോഴേ ഞങ്ങളിന്ന് ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്യാൻ പോവാം കേട്ടോ. ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പം ഷെഫിൻ്റെ സഹായമായിട്ട് കൂടെ ഞാനും ഉണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനും ലിവറൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കാനും ഒക്കെ കൂടെ ഞാനുണ്ടായിരുന്നേ. അപ്പോൾ ലിവറൊക്കെ കഴുകി വൃത്തിയാക്കി അത് വേവിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ കഷ്ണമാക്കുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തത് ഞാനാണ്. ഈ ലിവർ ഫ്രൈ ചെയ്യുന്നതിനെ ആദ്യം കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് വറ്റൽമുളകും കൂടെ ഒന്ന് താളിച്ചിട്ട് അതിലാണ് പിന്നെ സവാളയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റി പിന്നെ പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇളക്കി ഇളക്കി പൊടിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി പോയി ചേട്ടനെ കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഗ്രേവിയാണ്, നല്ല അടിപൊളി ഗ്രേവി ആയിരുന്നു കേട്ടോ. നമ്മുടെ കോട്ടമുക്കിലുള്ള ആര്യ ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ചേട്ടൻ കേട്ടോ. ചൂട് പൊറോട്ടയും ഈ ഗ്രേവിയും കൂടെ. അപ്പോൾ ഒരു കഷ്ണം ലിവർ ഫ്രൈയും കുറച്ച് സവാളയൊക്കെ ചേർത്ത് അങ്ങ് കഴിച്ചിട്ടാ. അടിപൊളിയാണ്. ഏറെ കുരുമുളകിട്ട് ഉണ്ടാക്കിയതാണേ. അപ്പോൾ ആദ്യമൊന്നും ഞാനിത് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ, ലിവർ ഫ്രൈ ഒന്നും. പിന്നെ അമ്മൂനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങിച്ച് ഇവരൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ കൊതിമൂത്തൊന്ന് കഴിച്ച് നോക്കിയതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഗൈസ്. അപ്പോൾ ടാറ്റാ.